പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശുവിനുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. നാം ഇതുവരെ അറിയിച്ചതുപോലെ ഒരു പുൾപിറ്റ് നമുക്ക് രജിസ്റ്റേർഡ് ഉണ്ടാക്കി തരുവാനായിട്ട് റെഡിയായിട്ട് തീർന്നു. അതില്ലാത്തതിനൊരു ഭാരം കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ആ ഭാരമൊക്കെ ഇന്ന് ഇറക്കി വെക്കാനായിട്ടും മാത്രമല്ല ചാരുവാനൊരു അല്ലെങ്കിൽ ചാരി നിൽക്കുവാനായിട്ടൊരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഭാരവും ചാരുവാനൊക്കെ ഒരാളുണ്ടെന്ന് പറയുന്ന പോലെ പ്രസവിക്കാതിരിക്കുന്നവരുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് ചാരുവാനും ഭാരം ഇറക്കി വെക്കുവാനൊക്കെ ഉള്ള ഒരു സപ്പോർട്ട്. ആ നിലയിൽ രജിസ്റ്റേർഡുള്ള നന്ദി അറിയിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ സഭയ്ക്കുള്ള എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുവാനും എല്ലാവരും ഈ നിലയിലെ പുഷ്പത്തിന്റെ പുറകിൽ നിന്ന് സംസാരിക്കുവാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല എല്ലാം നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. നാം ഇന്ന് 7ാമത്തെ ക്ലാസ്സിലോട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 6 ക്ലാസ്സുകളിലായിട്ട് യൂദയുടെ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ലേഖകരെ കുറിച്ചും മാത്രവുമല്ല ആ വിശകലനത്തെ കുറിച്ചും മാത്രവുമല്ല ആ ഒരു പോരാട്ടം എന്ന ആംഗിളിൽ നിന്നുകൊണ്ട് നാം ആ വിഷയത്തെ നോക്കിക്കാണണമെന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. മാത്രമല്ല നമുക്ക് പോരാടുവാന് ഒരു സൈന്യത്തെ കർത്താവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സൈന്യത്തിലെ അംഗങ്ങള് ആരൊക്കെയാണെന്നും നാം പരിചയപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. മാത്രമല്ല നമുക്കൊരു സൈനാധിപനുണ്ട്. ആ സൈനാധിപൻ നമ്മുടെ കർത്താവാണ്. ആ സൈനാധിപന്റെ ആജ്ഞയ്ക്കനുസരിച്ച് നല്ലൊരു ഭടനായിട്ട് മുൻപോട്ട് പോവുകയും നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കണമെന്നൊക്കെ നാം പഠിക്കുകയുണ്ടായി. മാത്രമല്ല നമുക്ക് പോരാടുവാനുള്ള ശത്രുക്കളെ കുറിച്ച് നാം പഠിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. മാത്രമല്ല കർത്താവിന് എതിരായിട്ട് മത്സരിച്ചവർക്ക് വരുന്ന ആ ന്യായവിധി അല്ലെങ്കിൽ ശിക്ഷയെ കുറിച്ച് നമുക്ക് ഓർക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. 3 ചരിത്ര സംഭവങ്ങൾ നാം അതിന് മുഖാന്തരം പഠിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇസ്രായേലിന്റെ മത്സരം, മാത്രമല്ല വീണുപോയ ദൂതന്മാര്, സോദോം ഗോമോറ, അവരൊക്കെ ദൈവത്തിന്റെ അധികാരത്തിന് എതിരായിട്ട് മത്സരിച്ചപ്പോൾ അവർക്കുണ്ടായ ആ ശിക്ഷയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതിനുശേഷം 3 വ്യക്തികളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. കോരഹും അതുപോലെ ബിലയാം, അതുപോലെ നാം പഠിച്ചത് കൈനെ കുറിച്ചാണ് പഠിച്ചത്. ആ നിലയിൽ 3 വ്യക്തികളെ കുറിച്ച് പഠിച്ചു. അതിന്റെ ആത്മീയവശം നാം പഠിച്ചത് നടപ്പ്, രക്ഷ, മാത്രമല്ല വേർപാട്, പിന്നെ നാം പഠിച്ചത് ശുശ്രൂഷ. ആ നിലയിൽ 3 കാര്യങ്ങളെ കുറിച്ച് ആത്മീയ വശത്തിന് നാം പഠിച്ചത്. അതുപോലെ ഇസ്രയേലും, അതുപോലെ സോദോം ഗോമോറ, അതുപോലെ വീണുപോയ ദൂതന്മാരുടെ ആത്മീയ വശം നാം ചിന്തിച്ചത് ലോകം, പിശാച്, ജഡം എന്ന നിലയിലാണ്. ആ നിലയിലാണ് നാം അതൊക്കെ ആത്മീയ വശങ്ങളിലൂടെ ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. നാം ഇതുവരെ 11 വരെയുള്ള വാക്യങ്ങളിൽ കൂടിയാണ് പഠിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഇന്ന് 12, 13, 16 വാക്യങ്ങൾ പഠിക്കുവാനായിട്ടാണ് പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ 10 മുതൽ 16 വരെ, ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു 10 മുതൽ 16 വരെ ക്ലാസ്സുകൾ 3 ആയിട്ട് തരംതിരിച്ചുകൊണ്ടാണ് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ആ നിലയിൽ 10ഉം 11ഉമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് അതിനോടുള്ള ബന്ധത്തിന് 12, 13, 16 വാക്യങ്ങൾ വായിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ആ 12ാമത്തെ വാക്യം 12ഉം 13ഉം വാക്യങ്ങൾ ആദ്യമായിട്ടൊന്ന് വായിക്കാം. 12, 13 വാക്യങ്ങൾ. ഇവർ നിങ്ങളുടെ സ്നേഹസിദ്ധികളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോട് കൂടെ വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞു ഫലമില്ലാതെയും 2 ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നിറച്ചു തള്ളുന്ന കൊടിയ കലത്തിലകൾ, സദാകാലത്തേക്ക് മന്ദതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവർക്ക് രീതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. നാം അറിഞ്ഞുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്ന, വിശ്വാസം ത്യജിക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസം കപടഭക്തി ആചരിക്കുന്ന ആളുകളെ കുറിച്ചാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തില് യൂദ ഇവിടെ ഈ 2 വാക്കുകളിൽ കൂടി 6 കാര്യങ്ങളെ വെളിപ്പെടുത്തുകയാണ്. ഒന്ന് നാം കണ്ടു, സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. രണ്ടാമത് നാം കാണുന്നു സ്വയം പോറ്റുന്ന. അതാ ഇവിടെ കാണുന്നത്, മലയാളത്തിൽ കാണുന്നത് നിങ്ങളെ തന്നെ തീറ്റുന്നവർ എന്നാണ്. എന്നാലേ ഇംഗ്ലീഷിൽ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഫീഡിങ് ദംസെൽസ്, അതായത് സ്വയം പോറ്റുന്നവർ എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. ആ നിലയിൽ ആ അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നാം ആ വാക്യത്തെ കാണുവാനായിട്ട്. മൂന്നാമത് നാം കാണുന്നത് വെള്ളമില്ലാത്ത മേഘങ്ങൾ. 4ാമത് നാം കാണുന്നു വേരറ്റുപോയ വൃക്ഷങ്ങൾ. 5ാമത്തെ കാര്യം കൊടിയ കടൽത്തീരുകളെ കാണുന്നു.
ആറാമത് വക്രഗതിയുള്ള നക്ഷത്രം. ഇങ്ങനെ 6 കാര്യങ്ങളെ 2 വാക്കുകളിൽ കൂടി യൂദ ഇവിടെ ആ വാക്കുകൾ കൂടി അതിന്റെ കാപട്യത്തെ വെളിപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് കണ്ടത് സ്നേഹസദ്യ അല്ലെ. സ്നേഹസദ്യ എന്ന് പറയുമ്പോൾ നല്ലൊരു സദ്യയാണ് ആ സദ്യ. എന്നാല് അതില് ആ മറഞ്ഞു കിടക്കുന്ന ഒരു പാറ എന്ന് യൂദ ഇവിടെ പറയുകയാണ് അല്ലെ. ആ സ്നേഹസദ്യയില് മറഞ്ഞിരിക്കുന്ന ഒരു പാറ, അതായത് അതൊരു കാപട്യമാണ്. അതിന് ആ പാറയ്ക്ക് അവിടെയല്ല അതിന്റെ സ്ഥാനം. ആ സ്നേഹസദ്യയിൽ അല്ലെങ്കിൽ ആ ഭക്ഷണത്തിലല്ല ആ സ്ഥാനമുള്ളത് എന്ന് പറഞ്ഞാല് അത് അവിടെ മാറ്റിവെക്കപ്പെടേണ്ട ഒന്നാണ് ആ പാറ അല്ലെങ്കിൽ ആ കല്ല് എന്നുള്ളത്. രണ്ടാമത് നാം കാണുന്നത് തങ്ങളെ തന്നെ തീറ്റുന്നവർ, അതായത് ഫീഡിങ് ദംസെൽസ്, അതായത് സ്വയം പോറ്റുന്നവർ എന്നുള്ള യഥാർത്ഥ അർത്ഥം മുന്നിൽ വെച്ചുകൊണ്ട് നാം നോക്കുമ്പോൾ അത് കാണുന്നത് ആട്ടിടയന്മാരെ കുറിച്ചാണ്. ആട്ടിടയന്മാരാണ് എന്ത് ചെയ്യുന്നത്, പോറ്റുന്നത് അല്ലെങ്കിൽ ആ തീറ്റുന്നത്. ആ നിലയില് ആട്ടിടയന്റെ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അവരാരെയാണ് പോറ്റേണ്ടത്? ആടുകളെയാണ് പോറ്റേണ്ടത്. എന്നാല് സ്വയം പോറ്റുന്നവർ എന്ന നിലയില് അതിവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതായത് ഫീഡിങ് ദം സ്ലീവ്സ്. മൂന്നാമതായിട്ട് നമ്മുടെ കാണുന്നത് വെള്ളമില്ലാത്ത മേഘങ്ങൾ അല്ലെ. കാർമേഘം കാണുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്താണ്? അത് മഴ പെയ്യാൻ പോകുവാണ്, അതിന് വെള്ളമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവിടെ കാണുന്നത് വെള്ളം തരും എന്ന ചിന്ത മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വെള്ളമില്ലാത്ത മേഘത്തെ കുറിച്ച് നാം കാണുകയാണ്. നാലാമത് നാം കാണുന്നത് വേരറ്റുപോയ വൃക്ഷം അല്ലെ. ഇവിടെ കാണുന്നത് ഫലമില്ലാത്ത വൃക്ഷം. യഥാർത്ഥത്തില് മരം ഫലം തരേണ്ടതാണ്, എന്നാല് അതിന്റെ വേര് ഇപ്പോൾ വേരുമില്ല, കാലുമില്ല, ഫലവുമില്ലാത്ത നിലയില് നാം വേരറ്റുപോയ വൃക്ഷത്തെ ഇവിടെ കാണുകയാണ്. അഞ്ചാമത് നാം കാണുന്നു കൊടിയ കടൽത്തിരികള്, 6 വക്രതയുള്ള നക്ഷത്രങ്ങൾ. ഇത് രണ്ടും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കാപട്യം നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ കാപട്യത്തെ കാണിക്കുന്നതായിട്ട് യൂദ ഇവിടെ കാണിക്കുകയാണ് അല്ലെ. ഇനി 16-ാം വാക്യം നമുക്ക് പരിചയപ്പെടാം. 16-ാം വാക്യം അവിടെ നമുക്ക് 5 കാര്യങ്ങളെ പരിചയപ്പെടുവാനായിട്ട് സാധിക്കുന്നു. 16-ാമത്തെ വാക്യം വായിക്കാം. അവിടെ പുറത്തുവരും തങ്ങളുടെ ഗതിയെ കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹനെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായു വമ്പ് പറയും, കാര്യസാധ്യത്തിനായി അവർ ഭൂസ്പത്തി പ്രയോഗിക്കും. ഇവിടെ 5 കൂട്ടം കാര്യങ്ങളെ യൂദ പരിചയപ്പെടുത്തുകയാണ്. പെറുപെറുപ്പുകാര്, 2 ആവലാതി പറയുന്നവര്, 3 സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവര്, 4 വമ്പ് പറയുന്നവര്, 5 കാര്യസാധ്യത്തിനായിട്ട് മുഖസ്ഥിതി പറയുന്നവര്. അങ്ങനെ 5 കാര്യങ്ങളെ ഈ 16-ാമത്തെ വാക്യത്തിൽ കൂടി യൂദ നമ്മെ പരിചയപ്പെടുത്തുകയാണ് അല്ലെ. നാം പറഞ്ഞ ഓരോ കാര്യങ്ങളെയും പ്രത്യേകമായി എടുത്ത് പഠിക്കുവാനായിട്ടാണ് ഇന്ന് പോകുന്നത്. നാം ആദ്യം കണ്ടതുപോലെ സ്നേഹസദ്യകളിൽ മറിഞ്ഞിരിക്കുന്ന പാറകൾ അതാണ് നാം ഇന്ന് ആദ്യമായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്നത് അല്ലെ. 12-ാം വാക്യം വായിക്കുകയാണ്. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ അല്ലെ. പത്രോസ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിക്കാം. 2 പത്രോസ് 2:13 അതുകൊണ്ട് വായിക്കാം. 2 പത്രോസ് 2:13. ഈ സ്നേഹസദ്യയെ പറ്റി അവിടെ പത്രോസ് ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇതേ ആശയത്തോടും ഇതിനോട് അനുരൂപപ്പെട്ടുകൊണ്ട് അതേ ആശയം തന്നെ മുൻപോട്ട് പത്രോസും വെക്കുന്നതായിട്ട് കാണുകയാണ്. താൽക്കാലിക ബോധവൃത്തി സുഖം എന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളുടെ കൂടെ വിരുന്ന് കഴിഞ്ഞ് കുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളും ആകും. ഇവിടെ പത്രോസ് സ്നേഹസദ്യയിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് പറയുന്ന കാര്യങ്ങള് കറകളും കളങ്കങ്ങളുമാണ്. അപ്പം യൂദ പറഞ്ഞതുപോലെ ഈ സ്നേഹസദ്യയിൽ നിന്ന് മാറ്റി വെക്കപ്പെടേണ്ട ഒന്നാണെന്ത്? ഈ കറകളും കളങ്കങ്ങളും. സ്നേഹസദ്യ എന്ന് പറയുമ്പോൾ അതിന് കളങ്കം പാടില്ല, അതിന് മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള യാതൊന്നും പാടില്ല എന്ന് യൂദ പറഞ്ഞതുപോലെ തന്നെ പത്രോസ് ഇവിടെ പറയുന്നൊരു കാര്യം, ഈ സ്നേഹസദ്യകളിൽ മറിഞ്ഞിരിക്കുന്ന കറകളും കളങ്കങ്ങളും അല്ലെ. യൂദ എന്താണ് ആ സ്ഥാനത്ത് പറയുന്നത്? യൂദ പറയുന്നു സ്നേഹസദ്യയിൽ മറിഞ്ഞിരിക്കുന്ന പാറകൾ. 2 ഒരേ അർത്ഥത്തോടും ഒരേ ആശയത്തോടും കൂടി 2 ലേഖനകർത്താക്കളും നമ്മോട് പറയുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, നാം ഒരു സഭകളിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ നാം ഒരു കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന കല്ലുകളെ, പാറകളെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ നമുക്കത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയില്ല. നാം എക്സാമ്പിളോട് പറയുമ്പോൾ നാം ഒരു ഊണ് കഴിക്കുമ്പോൾ, സദ്യ കഴിക്കുമ്പോൾ നാം ആ കല്ലിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? കല്ല് കടിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടും കല്ല് തിരിച്ചറിയുവാനായിട്ട് ഇടയായിട്ട് തീർന്നത് അല്ലെ. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുവാനായിട്ട് സാധിക്കില്ല. ആ നിലയിൽ നാം സഭയിലായിരിക്കുമ്പോൾ, നാം കൂട്ടായ്മയിലായിരിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ഇരിക്കുകയാണ്. എന്നാല് എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം വെളിപ്പെട്ട് വരുമ്പോഴാണ് ഈ തനി സ്വഭാവം കാണുവാനായിട്ട് ഈ മറഞ്ഞിരിക്കുന്ന കല്ല് അല്ലെ, ഈ കളങ്കങ്ങള്, ഈ കറകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുന്നത് അല്ലെ.
നമ്മൾ പറയുന്നത് എന്താ, പത്രോസ് പറയുന്നു കളങ്കമായിരുന്നു, കറയായിരുന്നു എന്ന് പറയുകയാണ്. ഇത് നാം തിരിച്ചറിയപ്പെടേണ്ട ഒന്നാണ്. എങ്ങനെയാണ് തിരിച്ചറിയപ്പെടേണ്ടത്? നമ്മുടെ വിഷയം എന്താണ്? പോരാട്ടമാണ് അല്ലെ. നാം പോരാടുമ്പോൾ എങ്ങനെയുള്ളവരായിരിക്കണം? അതീവ ശ്രദ്ധയോടുകൂടി, ജാഗ്രതയോടുകൂടി അല്ലെ, ഉണർന്നിരിക്കുന്നവരായിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കല്ലുകളും കളങ്കങ്ങളും കറകളൊക്കെയും തിരിച്ചറിയുവാനും അതിനെതിരെ പോരാടുവാനും അതിനെതിരെ നമുക്ക് നിൽക്കുവാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. അല്ലാതെ ഉറങ്ങുന്നവരായിരുന്നാൽ എന്ത് സംഭവിക്കും? നാം മുൻപുള്ള വാക്കുകളിൽ പറഞ്ഞ പോലെ സ്വപ്നാവസ്ഥയിലായിട്ട് ഇതിനോട് പറ്റിച്ചേരുവാനായിട്ട് ഇടയായിട്ട് ചേരും. ഉറങ്ങുന്നവരെ പോലെ ആയിത്തീരും നാം. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ ഈ കറകളെയും കളങ്കങ്ങളെയും അറിഞ്ഞിരിക്കുന്ന പാറകളെയും കല്ലുകളെയും തിരിച്ചറിയുവാനായിട്ട് സാധിക്കണമെങ്കിൽ നാം ജാഗ്രതയോടുകൂടെ ഉണർന്നിരുന്നാൽ മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അതീവ ശ്രദ്ധയോടുകൂടി വേണം നാം ആ വിഷയത്തെ കൈകാര്യം ചെയ്യുവാനും കാണുവാനുമായിട്ട് ഇടയാകേണ്ടത് അല്ലെ. നമുക്കറിയാം ഈ മറഞ്ഞിരിക്കുന്ന പാറ എന്ന് പറയുമ്പോൾ അത് മറഞ്ഞിരിക്കുന്നതാണ്. നമുക്കറിയാം ഒരു കപ്പല് ശാന്തമായ ഒരു കടലിൽ കൂടി മുൻപോട്ട് പോകുമ്പോൾ മുമ്പിൽ ചിലപ്പോൾ പ്രക്ഷോഭമായിട്ടുള്ള കടൽത്തിരുകളില്ലായിരിക്കാം, കാറ്റില്ലായിരിക്കാം. എങ്കിലും ചിലപ്പോൾ ചില പാറകള് കപ്പലിനെ തട്ടിയാൽ എന്ത് സംഭവിക്കും? ആ കപ്പല് തകർന്നു പോകുവാനായിട്ടിടയായിട്ട് തീരും. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസമാകുന്ന കപ്പല് നാം മുൻപോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നമുക്കത് ശാന്തമായിട്ട് തോന്നാം, പ്രശ്നങ്ങളില്ലെന്ന് തോന്നാം, പ്രയാസങ്ങളില്ലെന്ന് തോന്നാം. എന്നാല് ഇതുപോലിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന പാറക്കല്ലുകളിൽ തട്ടിയാല് നമ്മുടെ വിശ്വാസമാകുന്ന കപ്പല് തകർന്നു പോകുവാനായിട്ടിടയായിട്ട് തീരും. അങ്ങനെ ഇല്ലാതിരിക്കുവാന് വളരെ ശ്രദ്ധയോടുകൂടി നിർമ്മതരായിരുന്നുകൊണ്ട് അതിന്റെ സൈന്യത്തിലെ നല്ല ഭടന്മാരായിട്ട് പോരാടുവാന് നമുക്ക് ഇടയായിട്ട് തീരണം. ആ നിലയില് മുൻപോട്ട് പോകുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ വളരെ ഈ ഉപദേശങ്ങളെ, ഈ ദുരുപദേശങ്ങളെ കണ്ടുകൊണ്ട്, ഈ വിശ്വാസി ത്യാഗങ്ങളെ കണ്ടുകൊണ്ട്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായിട്ട് തീരേണ്ടത് അല്ലെ. നമ്മുടെ സഭയിലെ കപടഭക്തിക്കാരെ അല്ലെങ്കിൽ സഭയിലെ കളങ്കങ്ങളെയും കറകളെയും കല്ലുകളെയും ഒക്കെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായിട്ട് തീരണം. രണ്ടാമതായിട്ട് നാം പരിചയപ്പെട്ടത് എന്താ? ഭയം കൂടാതെ തങ്ങളെ തന്നെ തീറ്റുന്നവർ. ഇവിടെ നാം വായിച്ചത് നിങ്ങളെ തന്നെ തീറ്റുന്നവർ. എന്തെങ്കിലും ഇംഗ്ലീഷ് ബൈബിളിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ കാണുവാനായിട്ട് കഴിയുന്നത് എന്താണ്? നമ്മൾ വായിച്ചത് എന്താണ്? ഫീഡിങ് ദം സ്ട്രീംസ് എന്ന് വെച്ചാൽ സ്വയം പോറ്റുന്നവർ. അതാണ് അതിന്റെ യഥാർത്ഥമായ അർത്ഥം. ആ അർത്ഥം മുന്നിൽ വെച്ചുകൊണ്ട് വേണം നാം ആ വിഷയത്തെ കാണുവാനായിട്ട് അല്ലെ. ഒന്നാമതായിട്ട് നാം കണ്ടു സ്നേഹസദ്യകളിൽ മറഞ്ഞിരിക്കുന്ന പാറ. രണ്ടാമതായിട്ടൂടെ കാണുകയാണ് ഭയം കൂടാതെ തങ്ങളെ തന്നെ തീറ്റുന്നവർ അഥവാ പോറ്റുന്നവർ അല്ലെ. ഒരു ആട്ടിടയനോടുള്ള ബന്ധത്തിലാണ് നാം ഈ വിഷയത്തെ മുൻപോട്ട് വെക്കേണ്ടതും കാണേണ്ടതും അല്ലെ. ഭയം കൂടാതെ തങ്ങളെ തന്നെ. ഒരു ആട്ടിടയൻ എപ്പോഴും എങ്ങനെയുള്ളവരായിരിക്കണം? ഭയം കൂടാതെ ആടുകളെ പോറ്റുന്നവനായിരിക്കണം. എന്നാല് നാം ഇവിടെ പറയുന്നത് വിശ്വാസത്യാഗങ്ങളുടെ ബന്ധത്തിലാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരുപദിഷ്ട കാര്യം അവരെ പറ്റി പറയുകയാണ്. ഭയം കൂടാതെ സ്വയം പോറ്റുന്നവർ. നമ്മളെ സ്വയമായിട്ട് അത് സ്വന്തം ആടുകളെ നോക്കാതെ സ്വന്തം ആടുകളെ സ്വയമായ വഴിക്ക് വിട്ട് സ്വന്തം പോറ്റുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന സ്വാർത്ഥതയോടുകൂടി ആടുകളെ മേയിക്കുന്ന ആട്ടിടയനെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെ. നാം യെശയ്യാ പ്രവചന പുസ്തകം 56-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നാം ഇതിനു മുമ്പിലുള്ള ക്ലാസ്സിൽ വായിച്ച വാക്യമാണെങ്കിലും ഇതിനോടുള്ള ബന്ധത്തില് നാം ഇത് വായിച്ചു മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്റെ കാവൽക്കാർ കൂടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും ഇരപ്പാൻ വയ്യാത്ത നായ്ക്കൾ തന്നെ. അവർ നിദ്രപ്രിയന്മാരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊടിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ സൂക്ഷിക്കാൻ അറിയാത്തവർ, അവരെല്ലാവരും ഒട്ടൊഴിയാതെ താഴ്ന്നാണ്ട് പഠിക്കും. ഓരോരുത്തരും താഴ്ന്നാണ്ട് ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാല് സ്വയം പോറ്റുന്നവര് അല്ലെ. ആടിനെ മറന്ന് സ്വയം പോറ്റുന്നവരായുള്ള ആട്ടിടനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു വാക്യങ്ങൾ വായിക്കാം. യെഹെസ്കേല് 34-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവിടെ ഇടിയന്മാരെ കുറിച്ചുള്ള ഒരു പ്രവചനം വളരെ കൃത്യമായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്കത് വായിക്കാം. ഇടയന്മാർ എങ്ങനെയുള്ളവരായിരിക്കണം, ഏത് നിലയിലായിരിക്കണം എന്നുള്ള കർത്താവിന്റെ പ്രവചനം അവിടെ യെഹെസ്കേലിന്റെ പ്രവചനം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ അരുളപ്പാടിരിക്കുണ്ടായിരുന്നാൽ മനുഷ്യപുത്ര ഇസ്രായേലിന്റെ ഇടയന്മാരെ കുറിച്ച് പ്രവചിക്കാം. ഈ പ്രവചിച്ചവരുടെ ഇടയന്മാരോട് തന്നെ പറയേണ്ടത്, യഹോവയെ കർത്താവ് പ്രകാരം അവർ ചെയ്യുന്നു, തങ്ങളെ തന്നെ മേയിക്കുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. തങ്ങളെ തന്നെ മേയിക്കുന്ന അല്ലെ, ആ പ്രയോഗം ഇവിടെ എടുത്തു പറയുകയാണ്. തങ്ങളെ തന്നെ മേയിക്കുന്ന, തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ഇനി വായിക്കാം. ആടുകളെ അല്ലയോ ഇടയന്മാർ മേയിക്കേണ്ടത്,
നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടുരോഗം എടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു. ആടുകളെ നിങ്ങൾ മേയ്ക്കുന്നുള്ളതാണ്. നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് വെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു. നമ്മൾ കാണുന്നു ആടുകളെയല്ലയോ മേയിക്കേണ്ടത് അല്ലെ. എന്നാല് ഇവിടെ യൂത പരിചയപ്പെടുത്തുന്നത് എന്താണ്? സ്വയം പോറ്റുന്ന ആ ഇടയനെ കുറിച്ച് കാണുക. അവരുടെ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ കണ്ടത് എന്തൊക്കെയാ? എസ്കേലിന്റെ പ്രവചനത്തില് അവര് ബലഹീനമായതിനെ ശക്തീകരിക്കാതെ, ദീനം പിടിച്ചതിനെ ചികിത്സിക്കാതെ, ഒടിഞ്ഞതിന് മുറിവ് കെട്ടാതെ, ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്താതെ, കാണാതെ പോയതിനെ കണ്ടെത്താതെ, ഇതൊന്നും ചെയ്യാതെ അതിനെ കൂടുതലായിട്ട് ആ ക്രൂരതയോടുകൂടി അതിനെ ഭരിക്കുന്ന അല്ലെങ്കിൽ പെരുമാറുന്ന ആ ഇടയനെ കുറിച്ചാണ് നമ്മൾ കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. എന്ന് പറഞ്ഞാല് ആടിനെ മറന്നുകൊണ്ട്, ആടിന്റെ അവസ്ഥയെ മറന്നുകൊണ്ട്, ആടിന്റെ പരിപാലനത്തെ മറന്നുകൊണ്ട്, ആടിനെ തിരിച്ചു വരുത്തുവാൻ മറന്നുകൊണ്ട്, സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന സ്വാർത്ഥനായ ഒരു ഇടയനെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഇടയൻ എങ്ങനെയുള്ള ഇടയനായിരുന്നു? അവൻ നല്ല ഇടയനായിരുന്നു അല്ലെ. നല്ല ഇടയൻ എന്താ ചെയ്യുന്നു? ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇവിടെ എന്നാ നമുക്ക് കാണുകയാണ്, അത് ആടുകളെ മറന്ന് സ്വയം പ്രാപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വയം നന്മയ്ക്ക് വേണ്ടി, സ്വയ ലാഭത്തിന് വേണ്ടി സ്വാർത്ഥതയോടുകൂടി പെരുമാറുന്ന ഒരു ഇടയനെ കുറിച്ച് കാണുകയാണ്. ഒരു ഇടയൻ അങ്ങനെ ആയിത്തീർന്നാൽ എന്ത് സംഭവിക്കും? മറ്റുള്ള നാം മുൻപ് പറഞ്ഞ ദുരുപദേഷ്ടക്കാര് അല്ലെങ്കിൽ വിശ്വാസത്യാഗങ്ങളൊക്കെ നുഴഞ്ഞു കയറുവാനായിട്ട് ഇടയായി തരും. അവര് ആടുകളെ പിടിച്ച് കൊണ്ടുപോകാനായിട്ട് ഇടയായിട്ട് തരും. അപ്പൊ ഒരു ഇടയൻ അങ്ങനെയുള്ളവരായിരിക്കണം, ശ്രദ്ധയുള്ളവൻ, ആടുകളെ കുറിച്ച് ശ്രദ്ധയുള്ളവനായിരിക്കണം അല്ലെ. അതിനോട് അനുകമ്പയുള്ളവനായിരിക്കണം. തന്റെ ജീവനെ നൽകിയും സ്നേഹിക്കുന്നവനായിരിക്കണം. തന്റെ ജീവനെ നൽകിയും അതിനെ വീണ്ടെടുക്കുന്നവനായിരിക്കണം ഒരു ഇടയൻ എന്ന് പറയുമ്പോൾ ഇല്ലേ. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. പത്രോസ് ഇതേ കാര്യം തന്നെ പത്രോസ് പറയുന്നതായിട്ട് 1 പത്രോസ് 5:1 വാക്യം ഒന്ന് വായിക്കാം. നമുക്കറിയാം ഇപ്രകാരം സ്വയം പോറ്റുന്ന ഒരു ഇടയനെ, ആ ഇടയൻ എന്താ? ഇടയൻ ഒരു അത്യാഗ്രഹിയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ ഹിതപ്രകാരം അല്ലാതെ ദുരാഗ്രഹത്തോടുകൂടി അവന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും സ്വയം നന്മയ്ക്ക് വേണ്ടി മുന്നേറുന്ന ഇടയനെയാണ് നാം കണ്ടത്. എന്നാൽ 1 പത്രോസ് 5:1 നമുക്ക് വായിക്കാം. ഇങ്ങനെയുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷ്യം ഉൾക്കൊള്ളുവാനുള്ള തേജസ്സിനെ കൂട്ടാളിയുമായി ഞാൻ പ്രചോദിപ്പിക്കുന്നത്. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊടുക്കും. നിർബന്ധത്താലല്ല, ദൈവത്തിന്റെ ഹിതമാവണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെ അല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ നടത്തുന്നവരായിട്ടല്ല. കാണുകയാണ്. നിർബന്ധത്താലല്ല, ദൈവത്തിന്റെ ഹിതപ്രകാരം മനഃപൂർവ്വം ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടു കൂടി കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ എന്ന് പറഞ്ഞാല് ആ നിലയില് ദൈവത്തിന്റെ ഹിതപ്രകാരം എല്ലാ നിലയിലും ഇവിടെ പ്രത്യേകത്ത് പറയും ദൈവത്തിന്റെ ഹിതപ്രകാരം മനഃപൂർവ്വം ആ ആടുകളെ മേയ്ക്കുന്നവരായിരിക്കണം ഇടയൻ എന്ന് പറയുമ്പോൾ. അതെ, സ്വന്തം ലാഭത്തിന് വേണ്ടി നിൽക്കാതെ സ്വന്തം ജീവനെ മറന്നു വേണം എന്ത് ചെയ്യേണ്ടത്? ഒരു ഇടയൻ തന്റെ ആടുകളെ പരിപാലിക്കേണ്ടത് അല്ലെ. നമുക്കറിയാം ഇന്നത്തെ ഇടയന്മാര് നമ്മൾ ക്രൈസ്തവ ഗോളത്തിലേക്ക് നോക്കുമ്പോൾ ആ ഇടയന്മാര് ആ ആടുകളെ മുതലെടുത്തുകൊണ്ട് സ്വയം നന്മയ്ക്ക് വേണ്ടി സ്വയം പോറ്റുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നാം തിരിച്ചറിയണം, അതിന് നാം ഉണർന്നിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം അല്ലെ. അതിനെതിരെ നാം പോരാട്ടമുള്ളവരായിരിക്കണം. നാം അത് തിരിച്ചറിഞ്ഞത് മനസ്സിലാക്കി അതിനെതിരെ പോരാടിക്കൊണ്ട് വേണം മുൻപോട്ട് പോകുവാനായിട്ട്. നാം 3-ാമത്തെ കാര്യം ചിന്തിക്കാം. വെള്ളമില്ലാത്ത മേഘങ്ങള്. ആ 11 വാക്യം ഒന്ന് വായിക്കണം കൂടെ. വെള്ളമില്ലാത്ത മേഘങ്ങൾ. കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. നമുക്കറിയാം ഒരു കൃഷിക്കാരൻ എപ്പോഴും വെള്ളത്തിന് വേണ്ടി കാക്കുന്നവനാണ് അല്ലെ. താൻ കൃഷി ചെയ്യുമ്പോൾ തന്റെ ഫലം കായ്ക്കാറാകുമ്പോൾ അല്ലെങ്കിൽ താൻ വിളവെടുക്കാറാകുമ്പോൾ ഒരു തൈ നടുമ്പോൾ ഏത് നിലകളിലായാലും ഒരു കൃഷിക്കാരൻ എപ്പോഴും വെള്ളത്തെ ആശ്രയിക്കുകയും വെള്ളത്തിനായിട്ട് കാത്തിരിക്കുന്നവരുമാണ് കൃഷിക്കാരൻ അല്ലെ. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കാർമേഘം മൂടി വരുമ്പോൾ വെള്ളമില്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു കാർമേഘം മൂടി വരുമ്പോൾ തന്റെ പ്രത്യാശ എന്താണ്? തന്റെ പ്രതീക്ഷ എന്താണ്? ഇപ്പോൾ മഴ പെയ്യും, തന്റെ കൃഷിക്ക് അത് അനുയോജ്യമായിട്ട് തീരും, തന്റെ സസ്യത്തിന് തന്റെ വിളകൾക്ക് അത് ഏറ്റവും നന്മയ്ക്കായിട്ട് തീരുമെന്ന പ്രതീക്ഷയോടുകൂടി ഒരു കൃഷിക്കാരൻ കാർമേഘത്തെ നോക്കിക്കാണുകയാണ്. എന്നാല് കാറ്റ് വന്ന് പോകുന്ന മേഘങ്ങളായിട്ട് ഇത് മാറുമ്പോൾ, മഴ പെയ്യാതെ മാറിപ്പോകുമ്പോൾ അവിടെ എന്താണ് അവസാനിക്കുന്നത്? കൃഷിക്കാരന്റെ പ്രതീക്ഷ മാത്രമായിട്ട് അവസാനിക്കുന്നതായിട്ട് നാം കാണുകയാണ്. അവിടെ
അവിടെ നാം ഇപ്പൊ കാണുന്നത് വെള്ളമില്ലാത്ത മേഘം വെറും പ്രതീക്ഷ മാത്രം നൽകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. സദൃശവാക്യം 25-ാം അധ്യായം 14-ാമത്തെ വാക്യം. നമുക്കറിയാം വിശ്വാസി ത്യാഗികള് ഈ മഴ മേഘങ്ങളെ പോലെയാണ്, മഴയില്ലാത്ത മേഘങ്ങളെ പോലെയാണ്. അവരിൽ നിന്ന് അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ, അവരുടെ കഴിവ് കാണുമ്പോൾ നാം എന്ത് വിചാരിക്കും? ഇപ്പൊ ആശ്വാസം ലഭിക്കും, അല്ലെങ്കിൽ ഇപ്പൊ സൗഖ്യം ലഭിക്കും, പ്രതീക്ഷ ലഭിക്കുമെന്ന ഒരു വിശ്വാസത്തോടു കൂടിയാണ് ആയിരിക്കുന്നത്. എന്നാല് നാമിപ്പോ പറഞ്ഞതുപോലെ പ്രതീക്ഷ മാത്രം നൽകുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ പോലെയാണ് അവര്, അല്ലെ? ഇനി നമുക്ക് വായിക്കാം. സദൃശവാക്യം 25-ാം അധ്യായം 14-ാമത്തെ വാക്യം. ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നതാണ് മഴയില്ലാത്ത മേഘവും കാറ്റും പോലെയാണ്. ദാനങ്ങളെ പറ്റി വെറുതെ പ്രശംസിക്കുന്നവർ മഴയില്ലാത്ത മേഘവും കാറ്റും പോലെയാകുന്നു, അല്ലെ? ദുരുദ്ദേശക്കാര്, വിശ്വാസികളുടെ ഒക്കെ മെയിൻ സബ്ജക്ട് എന്താ? അവരില്ലാത്ത കാര്യങ്ങളെ പറ്റി പറയും, ദാനങ്ങളെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ കയ്യിലെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവരുടെ വാക്കുകളൊക്കെ വെറും വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ? അത് തന്നെയാണ് ഇവിടെ യൂദയം പറയുന്നത്, അല്ലെ? മഴയില്ലാത്ത മേഘം പോലെ, അല്ലെ? കാറ്റ് കൊണ്ട് ഓടുന്ന മഴയില്ലാത്ത മേഘം പോലെയാണ് അവര്. യാതൊരു പ്രയോജനവും അവരെ കൊണ്ട് ഇല്ല. എന്നാല് ദൈവവചനത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവവചനം മഴയോടും മഞ്ഞിനോടും താരതമ്യം ചെയ്തതായിട്ട് പല വാക്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കാം. ഇവിടെ ദുരുപദേഷ്ടക്കാരുടെ വാക്കുകള്, വിശ്വാസത്തേടെ വാക്കുകള് മഴയില്ലാത്ത മേഘം പോലെ നിൽക്കുമ്പോൾ യഥാർത്ഥമായ വചനം, ക്രിസ്തുവിന്റെ വാക്കുകൾ, വചനം നമുക്ക് ഇതോടെ മഴയായിട്ട് മഞ്ഞായിട്ട് നിൽക്കുന്നതായിട്ട് വചനം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 2-ാമത്തെ വാക്യം. മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും, മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും, എന്റെ വചനം മഞ്ഞു പോലെയും, എന്റെ വചനം മഞ്ഞു പോലെയും, ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും, ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും, സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും, സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും എന്ന് പറഞ്ഞാല് ഓരോരുത്തർക്ക് വേണ്ട തരത്തില് പൊടിമഴ വേണ്ടെടുത്ത് പൊടിമഴ, അല്ലെ? വൻമഴ വേണ്ടെടുത്ത് വൻമഴ കൊടുത്ത്, അതെ, അപ്രകാരം ദൈവത്തിന്റെ വചനം അനുഗ്രഹമായിട്ട് നിൽക്കുന്നു. അവിടെ വെറും ഒരു പ്രതീക്ഷയല്ല, ഒരു വാഗ്ദാനം മാത്രമല്ല. അവരവർക്ക് വേണ്ടത് ആ നിലകളില് മഴ വേണ്ടവർക്ക് ആ പൊടിമഴ വേണ്ടെടുത്ത് പൊടിമഴയും, വൻമഴ വേണ്ടെടുത്ത് വൻമഴയും പെയ്തുകൊണ്ട് യഥാർത്ഥമായിട്ട് നിൽക്കുന്ന ഒന്നാണ് ദൈവവചനം എന്നുള്ളത്. യെശയ്യാ പ്രവാചന പുസ്തകം 55-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ വായിക്കാം. അവിടെയും നമുക്ക് ഇതേ വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ. ആകാശം ഭൂമിക്ക് പോലും ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഇവിടെ കാണുക മഴയും ഹിമവും ആകാശത്തിൽ നിന്നാണ് പെയ്യുന്നത്, അല്ലെ? എന്നിട്ട് അവിടെ അത് തിരിച്ചു മടങ്ങാതെ എന്ന് പറഞ്ഞാൽ ആ പെയ്യുന്ന മഴ യഥാസ്ഥാനത്ത് പെയ്യുന്ന മഴയായിട്ട് മാറുകയാണ്. യഥാർത്ഥ അനുഭവം നൽകുന്ന രീതിയിൽ ആ വേണ്ടെടുത്ത് തന്നെ ആ മഴ വീടുകൊണ്ട്, ആ സസ്യത്തിൽ വീടുകൊണ്ട് ഫലഭൂഷ്ടമായ ഒരു ഫലം കായ്ക്കുന്ന നിലയിൽ, ആ വേര് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന നിലയിൽ, വാടാതെ നിൽക്കുന്ന നിലയിൽ ആ മഴ പെയ്യുകയാണ്, അല്ലെ? ഏറ്റവും അനുഗ്രഹമായിട്ട് നിൽക്കുന്ന ഒരു മഴയായിട്ട് മാറുക, അല്ലാതെ തിരിച്ചു പോകുന്ന ഒരു മഴയായിട്ടല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏതർത്ഥത്തിൽ ദൈവം ആ മഴ നൽകിയോ അതേ അനുഭവം തന്നെ അതേ അനുഭവത്തിൽ കൂടി പോകുവാനായിട്ട് ഇടയാകുന്ന നിലയിലാണ് ആ മഴ അവിടെ പെയ്യുന്നത്. ഇതിന് പറയുകയാണ്, തിന്നുവാൻ ആഹാരവും നൽകത്തക്ക വിധത്തിൽ ഭൂമിയെ നനച്ച് ഫലവത്താക്കി ആഹാരം വിളയിക്കുന്നത് പോലെ, അല്ലെ? ദൈവവചനത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചാണ് നമ്മുടെ പരിചയപ്പെടുന്നത്, അല്ലെ? മഴ പോലെ മഞ്ഞു പോലെ അത് ഏറ്റവും അനുഗ്രഹമായ രീതിയിലാണ് ആ മഴ പെയ്യുന്നത്, ആ മഞ്ഞ് പെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. എന്നാൽ തെറ്റായ ഉപദേശം നൽകുന്ന വിശ്വാസി ത്യാഗികളായ മനുഷ്യരായിട്ട് നോക്കുമ്പോൾ അവരുടെ പ്രലോഭനങ്ങൾ മാത്രം നിലനിൽക്കുന്നതായിട്ട് നാം കാണുക. യാതൊരു പ്രയോജനവും ഇല്ലാത്ത നിലയിലാണ് അവരുടെ മഴകൾ പെയ്യുന്നത്, അവരുടെ മഞ്ഞ് പെയ്യുന്നത്, അല്ലെ? അത് ചിലപ്പോൾ വാടിപ്പോവാൻ വേണ്ടിയാണ് അത് പെയ്യുന്നത്. യഥാർത്ഥം നല്ലൊരു മഴ ലഭിച്ചില്ല എന്ന് സംഭവിക്കാം. ചിലപ്പോൾ ആ ചെടി വാടിപ്പോകാനുണ്ട്. ഈ വിശ്വാസിത്താകളുടെയൊക്കെ ഈ വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങൾ ആ നിലയിൽ മാത്രം പ്രയോജനപ്പെടുന്ന മഴയായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാല് യാതൊരു പ്രയോജനവും പ്രതിഫലവും ഇല്ലാത്ത തരത്തിലാണ് അവരുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ? നമ്മൾ ആദ്യം കണ്ടു, എന്താണ് കണ്ടത്? മറഞ്ഞിരിക്കുന്ന പാറകള്. രണ്ടാമത് നമ്മൾ കണ്ടു
തങ്ങളെ തന്നെ പോറ്റുന്നവര്. ഇപ്പൊ നമുക്ക് കണ്ടു മഴയില്ലാത്ത മേഘങ്ങൾ, വെറും വാഗ്ദാനമായിട്ട് നിൽക്കുന്ന, യാതൊരു നിലയിലും പ്രയോജനമില്ലാത്ത നിലയിൽ നിൽക്കുന്ന, മാറ്റി വെക്കപ്പെടേണ്ടതായിട്ടുള്ള മഴ അല്ലെ. നാം ആദ്യം കണ്ടത് മറിഞ്ഞിരിക്കുന്ന പാറ, അതിന്റെ സ്ഥാനം അവിടെയല്ല, അത് മാറ്റി വെക്കേണ്ടതാണ് അല്ലെ. പിന്നെ നമുക്ക് കണ്ടു നമ്മള് തങ്ങളെ തന്നെ പോറ്റുന്നവർ, അത് മാറ്റി വെക്കപ്പെടേണ്ടത് ഒന്നാണ് അല്ലെ. തങ്ങളെയല്ല പോറ്റേണ്ടത്, തങ്ങളെ ആടുകളെ പോറ്റുന്നവരായിട്ട്, സഭയെ പോറ്റുന്നവരായിട്ട് നാം ജീവിക്കണം. പിന്നെ നമുക്ക് ഇപ്പൊ കണ്ടത് മഴയില്ലാത്ത മേഘങ്ങൾ, അതും മഴയുള്ള മേഘങ്ങളായിട്ട് യഥാർത്ഥ ദൈവവചനത്തിൽ നിന്ന് പെയ്യുന്ന മഴകളായിട്ടാണ് പെയ്യേണ്ടത് അല്ലെ. നാലാമതായിട്ട് നമുക്ക് കാണുകയാണ് വേനറ്റ് പോയ വൃക്ഷങ്ങൾ. വായിക്കാം, അത് മാത്രം വാക്യം, അവസാനത്തെ വാക്യം. ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേനറ്റും പോയ വൃക്ഷങ്ങള്. നാം ഇതിനു മുമ്പ് പറഞ്ഞ കാര്യത്തിന് ഒരു കൃഷിക്കാരനെ നാം ഉപമയായിട്ട് മുമ്പിൽ വെച്ചു. ഇവിടെയും ഒരു കൃഷിക്കാരൻ താനൊരു വൃക്ഷം നടുമ്പോൾ, ഒരു സസ്യം നടുമ്പോൾ, ഒരു മരം നടുമ്പോൾ തന്റെ ആഗ്രഹം എന്താണ്? അത് ഭൂമിയിലേക്ക് അതിന്റെ വേരയ്ക്ക് ആഴ്ന്നിറങ്ങി പോയി ഏറ്റവും താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം കായ്ക്കണമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് താന് ഓരോ കൃഷിയും ഓരോ മരവും നടുന്നത്. എന്നാല് ഇവിടുത്തെ ഈ മരത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ഇല കൊഴിഞ്ഞു നിൽക്കുന്നു, ഫലമില്ലാതെ നിൽക്കുന്നു, രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ അല്ലെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും എരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ട്. നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലം കായ്ക്കാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. നമ്മൾ കാണുന്നത് അവരുടെ ഫലങ്ങള് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയുവാനായിട്ടുള്ള സാധിക്കുമെന്നാണ് അല്ലെ. ഓരോ ഫലങ്ങളും തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇവിടെ ഫലമില്ലാത്ത കാര്യമാണ് പറഞ്ഞതെങ്കിലും നമ്മുടെ ഇത് പരിചയപ്പെടുമ്പോൾ ഫലം ചില മരങ്ങൾ ഫലം പുറപ്പെടുവിക്കും. അത് മനുഷ്യന് യാതൊരു പ്രയോജനമില്ലാത്ത കയ്പുള്ള ഫലങ്ങളും പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നു അല്ലെ. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാല് കൃഷിക്കാരന്റെ ആഗ്രഹ പ്രകാരമല്ലാത്ത നിലയില് കാട്ടുവള്ളിയായാലും കാട്ടുചെടിയായിട്ട് വരുന്ന കാട്ട് ഫലങ്ങൾ കായ്ക്കുന്ന തരത്തില് ചില മരങ്ങൾ മാറും. എന്നാല് നമുക്കത് ആ കൃഷിക്കാരനെ സംബന്ധിച്ച് കൃഷിക്കാരനെ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. താനൊരു ധാന്യം ഇടുമ്പോൾ ആ ധാന്യത്തിനിടയിലെ കളകളെ കൃഷിക്കാരന് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക കള്ളവിളകൾ അല്ലെങ്കിൽ ഫലം കായ്ക്കാത്തതിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ആ നിലയിലായിരിക്കണം നാം ഈ ഭൂമിയിലായിരിക്കേണ്ടത്. വളരെ ശ്രദ്ധയോടുകൂടി ആ കൃഷിത്തോട്ടത്തിന് അധ്വാനിക്കുന്ന ഒരു കർഷകന് മാത്രമേ ആ നിലയിലുള്ള ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെ അല്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലം പുറപ്പെടുവിക്കാത്ത സസ്യത്തെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് വിശ്വാസത്യാഗികളെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് നമ്മൾ സംബന്ധിച്ച് വൃക്ഷത്തോട് ഉപമിക്കുമ്പോൾ ആ വിശ്വാസത്യാഗികൾക്ക് കൊടുക്കുവാനായിട്ട് ഒന്നുമില്ലാത്ത ഒരവസ്ഥയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവരുടെ വാക്കുകൾക്ക് വേരില്ലാത്ത അവസ്ഥ, അവരുടെ ഉപദേശങ്ങൾക്ക് ഫലമില്ലാത്ത അവസ്ഥ അല്ലെ. എന്തുകൊണ്ടാണ് ഈ വൃക്ഷത്തിന് തക്കതായ ഫലം കായ്ക്കാൻ കഴിയാത്തത്? അതിന് വേരില്ലായിരുന്നു അല്ലെ. വേര് ഇല കൊഴിഞ്ഞു പോയി, വേരില്ലാതെയായി അല്ലെ. നമുക്കറിയാം ദേവാലയത്തില് നടുതലയായവർക്ക് മാത്രമേ പ്രാകാരങ്ങളിൽ തഴച്ചു വെള്ളം കഴിയുകയുള്ളൂ അല്ലെ. ആ നിലയില് നാം ആയിരിക്കുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഈ വൃക്ഷം അതിന്റെ വേര് യഥാർത്ഥമായ നിലയിൽ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകാതെ അതിന്റെ ഇല വാടിപ്പോയിക്കൊണ്ട് ഒരു ഫലമില്ലാതെ നിൽക്കുന്ന ഒരു വൃക്ഷത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഈ യൂത പരിചയപ്പെടുത്തുന്ന ഈ മരം നോക്കുമ്പോൾ ഈ മരത്തിന്റെ മറ്റൊരു പ്രത്യേകത കാണുവാനായിട്ട് കാണുന്നത് രണ്ടൊരു ചത്തും നിൽക്കുന്ന ഒരു മരം. എല്ലാ തരത്തിലും സങ്കീർണമായ എല്ലാ തരത്തിലും യാതൊരു നിലയിലും ഫലമില്ലാതെ ഒരു ചത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പ്രയോജനവുമില്ലാതെ ഒരു തണല് പോലും നൽകുവാനായിട്ട് ആ വൃക്ഷത്തിന് സാധിക്കുന്നത്. കാരണം ഇല കൊഴിഞ്ഞു നിൽക്കുന്ന ഒരു മരം, യാതൊരു പ്രയോജനമില്ലാതെ നിൽക്കുന്ന ഒരു മരത്തെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ കർത്താവ് നട്ട ഒരു മരത്തെ സംബന്ധിച്ച് നമുക്ക് കാണുമ്പോൾ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താ? 1-ാം അധ്യായം നമുക്ക് കാണുന്നു. അവൻ ആറ്റിരിക്കുന്നതും നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആ നിലയിൽ വേണം നാം
ആയിരിക്കുകയാണ്. കർത്താവാണ് നട്ടതെങ്കിൽ ആ ഫലം അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലം കായ്ച്ചിരിക്കും അല്ലെ. എന്നാൽ ദുരുപദേഷ്ടക്കാര്, സ്വയം മോഹികൾ, അല്ലെങ്കിൽ സ്വന്തം നന്മയ്ക്കായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ പ്രതിഫലം ഒരിക്കലും ഈ തരത്തിലായിരിക്കില്ല. അവരുടെ ആ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കില്ല. അത് ഇതുപോലെ വേരറ്റ് പോയ വൃക്ഷം പോലെ ആയിരിക്കും അല്ലെ. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ വേരുകൾ എവിടെയാണ് ആഴ്ന്നിറങ്ങേണ്ടത്? കർത്താവില് ആഴ്ന്നിറങ്ങണം അല്ലെ. ആ കർത്താവാകുന്ന ശരീരത്തിൽ ആഴ്ന്നിറങ്ങിയെങ്കിൽ മാത്രമേ, അവന്റെ വചനത്തിൽ ആഴ്ന്നിറങ്ങിയെങ്കിൽ മാത്രമേ അവനിൽ നിന്ന് ആ വളമൊക്കെ സ്വീകരിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് തീരുകയുള്ളൂ. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ വേരറ്റ് പോയ വൃക്ഷം പോലെ, ഈ ദുരുപദേഷ്ടക്കാരെ പോലെയല്ല, ഈ സ്വയം ഇപ്രകാരം ഈ വിശ്വാസത്യാഗികളെ പോലെ ആകാതെ നമ്മുടെ വേരുകള് കർത്താവിന്റെലേക്ക് തന്നെ വേര് ആഴ്ന്നിറങ്ങുവാനായിട്ട് നമുക്കിടയായിട്ട് തീരണം. മാത്രമല്ല നമ്മുടെ കൂട്ടത്തിലുള്ളവരെ, സഹവിശ്വാസികളെ ആ നിലയിലെ വളർത്തുവാൻ, അല്ലെങ്കിൽ വളം കൊടുക്കുവാൻ, വെള്ളം കൊടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന പ്രകാരം ആ കാട്ടിലയുടെ ഇടയിൽ നിന്നും പറിച്ച് നല്ല നിലത്ത് നടുവാനും നമുക്കിടയായിട്ട് തീരണം. കാരണം നാം ഇപ്പൊ ആരാണ്? ഇവിടെ വായിക്കുന്നത് പോലെ ഒരു പോരാട്ടത്തിലാണ്. ആ നിലയിൽ നാം ആയിരിക്കുമ്പോൾ ദുരുപദേഷ്ടക്കാരുടെ ഇടയിൽ നിന്നും ഈ വിശ്വാസിക്കാരുടെ ഇടയിൽ നിന്നും നമ്മുടെ സഹപൗരന്മാർ വിശ്വാസികളെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ നാം പൊതിഞ്ഞെടുക്കണം. അവരെ നമ്മൾ മാറ്റി നിർത്തുവാനായിട്ട് നമുക്കിടയായിട്ട് തീരണം. നാം ഒരു പോരാട്ടത്തിലാണെന്ന് നാം മറന്നു പോകരുത് അല്ലെ. നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കാം. അവിടെ ദൈവം സൃഷ്ടിച്ച മരത്തിന്റെ പ്രത്യേകത നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതേതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതേതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു, നല്ലത് എന്ന് ദൈവം. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന ആ നിലയിലായിരിക്കുമ്പോൾ ഒരു ആത്മീകമായ ചെടികള് നാം ആണെങ്കിൽ നാം നല്ല വിത്തുള്ള ഫലം കായ്ക്കുന്നവരായിരിക്കും അല്ലെ. നമുക്കറിയാം, യഥാർത്ഥമായി രക്ഷ പ്രാപിച്ച ഒരു തൈ എന്നുള്ള ഒരു തൈയുടെ തെളിവ്, അല്ലെങ്കിൽ യഥാർത്ഥമായി രക്ഷ പ്രാപിച്ച ഒരു മനുഷ്യന്റെ തെളിവ്, മികവ് എന്ന് പറയുന്നത് എന്താ? അവൻ ആത്മീകമായിട്ട് നല്ല ഫലം കായ്ക്കുന്നവരായിരിക്കും അല്ലെ. അതിന് തെളിവ് അതാണ്, യഥാർത്ഥമായി രക്ഷ പ്രാപിച്ചവന്റെ. അല്ലെങ്കിൽ എന്തായി പോകും? യഥാർത്ഥമായിട്ട് രക്ഷ പ്രാപിക്കാതെ ഈ ദുരുപദേശത്തിന് നമുക്ക് കീഴടങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയ മരം പോലെ, വേരറ്റുപോയ മരം പോലെ ആയിപ്പോവും നാം. കാരണം ആ വേരറ്റുപോയ മരണത്തിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് നാം ഇത്രകാലം പഠിച്ചുകൊണ്ടിരുന്നത്. നാം അങ്ങനെയാകാതെ ആ രക്ഷിക്കപ്പെട്ട അവസ്ഥയില് ആയിരിക്കുമ്പോൾ അതിന്റെ ആ മികവും അതിന്റെ ആ തെളിവും അതിന്റെ ആ ഫലവും കാണിച്ചുകൊണ്ട് നാം ഈ ഭൂമിയിൽ ആയിരിക്കണം. പിന്നെ 5-ാമത്തെ കാര്യം കാണുവാനായിട്ട് പോവുകയാണ്. കൊടിയ കടൽത്തിരകൾ. 13-ാം വാക്യം ഒന്ന് വായിക്കാം. കൊടിയ കടൽത്തിരകൾ. തങ്ങളുടെ നാണക്കേട് നിറച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ. ഈ കടലിലെ കടൽത്തിരകൾക്ക് ഭയങ്കരമായ ശക്തിയുണ്ട് അല്ലെ. ഓരോ തിരക്കും ഭയങ്കരമായ ശക്തിയുണ്ട്. വിശ്വാസത്യാഗികളായ മനുഷ്യരുടെ വിചാരവും അവരേറ്റവും ശക്തിയുള്ളവരാണെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. മാത്രമല്ല അവർക്ക് അടങ്ങിയിരിക്കുവാനായിട്ട് സാധിക്കില്ല. തിരമാലക്ക് അടങ്ങിയിരിക്കുവാനായിട്ട് സാധിക്കുമോ? അത് ഏതു സമയം അതിന്റെ ആ ചലനത്തിനനുസരിച്ച് ശക്തിയോടുകൂടി മുൻപോട്ട് പോകും. ആ നിലയിലാണ് ഈ വിശ്വാസി ത്യാഗികൾ എന്ന് പറയുന്നത്. അവരുടെ മനസ്സ് എപ്പോഴും അടങ്ങിയിരിക്കാൻ കഴിയാതെ ഇങ്ങനെ അഹങ്കാരത്താല് ശക്തിയോടുകൂടെ ഉയർന്ന്, ഇവിടെ നാം വായിക്കുന്നത് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് എന്താണ് ഒരു വാക്യം നമുക്ക് വായിക്കാം. അതിന്റെ യഥാർത്ഥമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 20-ാമത്തെ വാക്യം. അവിടെ തുറച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകളുടെ കൃത്യമായ ഉത്തരം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയായിരുന്നു. അതിനടങ്ങിയിരിക്കാൻ കഴിയില്ല. അതിനെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം ചെയ്യും. കാണുകയാണ് അല്ലേ, നമ്മൾ പറഞ്ഞ അതേ വാക്യത്തോട് സാമ്യമാണ്. അവിടെ കാണുകയാണ്, ദുഷ്ടന്മാര് കലങ്ങിയിരിക്കുന്ന കടൽത്തിര പോലെയാകുന്നു. അതിനടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. നമ്മൾ വായിച്ചത് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ അല്ലെ. എന്താ നുരച്ചു തള്ളുന്നത്? ചെളിയും ചേറും അല്ലെ. ആ നിലയില് നമുക്കവിടെ കാണുവാനായിരിക്കുന്നത് അവർക്ക് ഒരു സമാധാനമില്ല, അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. അത് നുരച്ചു തള്ളുന്നത് മൊത്തം ചെളിയും ചേറുമാണെന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം അവരുടെ ശുശ്രൂഷ അല്ലെങ്കിൽ അവരോട് നാം സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദേഹത്തേക്ക് എന്ത് വരാൻ പാടില്ല? ഈ നുരച്ചു തള്ളുന്ന ചെളിയും ചേറും വരാനായിട്ട് പാടില്ല അല്ലെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കറകള് നമ്മുടെ മേലത്താവും, ആ ചെളിയും ചേറും നമ്മുടെ ഭാഗത്താവും. നമുക്ക് എന്താവും? നാണക്കേട് സംഭവിക്കും അല്ലെ.
ആ ചെളിയും ഒക്കെ നമ്മുടെ മേത്ത് വീണ് നാണക്കേടുള്ളവരായിട്ട് അല്ലെ അവരോട് അനുരൂപപ്പെട്ടുകൊണ്ട് നാം ജീവിക്കാതെ മാറി നിൽക്കുവാനായിട്ട്, അത് ആ ചെളിയും ചേറുമൊന്നും തെറിക്കാതെ നാം ആ ദുഷ്ടനോട് മാറി നിൽക്കാനായിട്ട് നാം ആ മാലിന്യം അല്ലെ, ആ മാലിന്യം നമ്മുടെ മേല് തെറിക്കാതെ അതായത് അവര് പുറപ്പെടുവിക്കുന്ന അവര് വിടുന്ന ആ ചേറും ചെളിയും വീഴാതെ ജാഗ്രതയോടുകൂടെ വേണം നാം ആയിരിക്കുവാന്. ഉണർന്നിരിക്കണം. നാം ഒന്ന് മയങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കുന്ന അറിയോ? അവരുടെ ആ ചേറും ചെളിയും ഒക്കെ നുരഞ്ഞു തുപ്പൊള്ളു തള്ളുന്ന ആ ചേറും ചെളിയൊക്കെ നമ്മുടെ മേത്ത് ധരിക്കുവാനായിട്ട് ഇടയായി തീരും. നാമും അവരുടെ കൂട്ടത്തിൽ ആ നാണക്കേടിൽ പെട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. എന്നാല് ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി അവരിൽ നിന്ന് അകലം നിന്നുകൊണ്ട്, ദൂരം മാറി നിന്നുകൊണ്ട് ജാഗ്രതയോടെ അവരെ വീക്ഷിച്ചുകൊണ്ട് നിന്നാല് ഈ ചെറിയ ചേറുമൊന്നും നമ്മുടെ മേൽ വീഴുവാനായിട്ട് ഇടയായിട്ട് തീരില്ല. അതിനാൽ നാം എങ്ങനെയായിരിക്കണം? അതീവ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി ആയിരിക്കണം. മാത്രമല്ല ആ ചേറും ചെളിയും വീഴാതെ അതിനെതിരൊരു അതിനൊരു പോരാട്ടമുള്ളവരായിട്ട് നാം ആയിരിക്കണം. എല്ലാ നിലകളിലും നമുക്ക് വേണ്ടത് എന്താണ്? പോരാട്ടമാണ്. എന്തിനെതിരെ? ഈ ദുരുപദേശക്കാർക്കെതിരെ, വിശ്വാസി ത്യാഗികൾക്കെതിരെ, എല്ലാ നിലയിലും നല്ല പോരാട്ടം കാഴ്ചവെക്കുന്നവരായിട്ട് നമ്മൾ തീരണം. ഇത് നാം കാണുന്നത് 6 വക്രതയുള്ള കടൽ തിരകള്. അത് വായിക്കാം. പരിഗണന സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ, ഗതിയുള്ള നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ നക്ഷത്രങ്ങളെ നാം കാണുമ്പോൾ അതിന് കൃത്യമായ ഒരു ഭ്രമണപഥം ഉണ്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനെ ദൈവം നിർമ്മിച്ചു നൽകിയിരിക്കുന്ന ആ ചാലകങ്ങളിൽ കൂടി മാത്രമേ അത് സഞ്ചരിക്കുവാനായിട്ട് പാടുള്ളൂ. അല്ലാതെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? അതിന് തോന്നിയതുപോലെ തന്റെ ഭ്രമണപഥത്തിൽ അത് സഞ്ചരിച്ചാൽ കൂട്ടിയിടിക്കുവാനായിട്ട് ഇടയായിട്ട് തരും. അത് കെട്ടുപോകുവാനായിട്ട് ഇടയായിട്ട് തരും. നാം ഇവിടെ പരിചയപ്പെടുന്നത് എന്താ? വക്രഗതിയുള്ള എന്ന് പറഞ്ഞാല് അതിന് ഒരു ഗതിയും ഇല്ലാത്ത അല്ലെ, തങ്ങളുടെ ഇഷ്ടമുള്ള ഒരു വക്രം, അതായത് പെട്ടെന്ന് കണ്ണു വെക്കുന്ന രീതിയിൽ അത് മിന്നുകയും മറഞ്ഞു പോവുകയും ചെയ്യുന്ന നിലയിൽ തന്റെ സ്വയം ഇഷ്ടപ്രകാരം ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാപട്യമുള്ള ഒരു നക്ഷത്രമായിട്ട് നിൽക്കുകയാണ്. യൂത പറയുന്നത് വക്രഗതിയുള്ള, ഒരു ഗതിയുമില്ലാത്ത, ഒരു ലക്ഷ്യവുമില്ലാത്ത, ഒരു ബോധവുമില്ലാത്ത നിലയില് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ഗോളങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നു അല്ലെ. പെട്ടെന്ന് ഒരു നിമിഷത്തില് വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് അവർ വരുന്നു, പെട്ടെന്ന് ഒരു നിമിഷത്തിൽ അവരെ കാണാതെ പോകുന്നു അല്ലെ. നമ്മള് പല ചർച്ചകൾ അല്ലെങ്കിൽ ഈ ക്രൈസ്തവ ഗോളത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. അവർ പറയുന്നതിനൊന്നും ഒരു കൃത്യതയുമില്ല. പെട്ടെന്ന് ഒരു ആശയത്തോട് മുൻപോട്ട് വരികയും പെട്ടെന്നൊരു നിമിഷം അവര് മറഞ്ഞു പോവുകയും ചെയ്യുന്നു. അത് ആ നിലയിൽ ഒരു ലക്ഷ്യവുമില്ലാത്ത പ്രവർത്തനമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുക. അത് ആരാണ്? ശരിക്കും ദുരുപദേഷ്ടക്കാരാണ്. അതായത് വിശ്വാസി ത്യാഗികളാണെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ആരാണ്? അവൻ ഒരു ഉദയ നക്ഷത്രമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുത്തു. 22-16 മതി. 16. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിക്കാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ പേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രമാകുന്നു അല്ലെ. ഇവിടെ കാണുകയാണ് അല്ലെ കർത്താവിനെ കുറിച്ച്. ഞാൻ ശുഭ്രമായ ഒരു നക്ഷത്രമായിട്ട് അല്ലെ, ഉദയ നക്ഷത്രമായിട്ട് നമ്മുടെ കർത്താവിനെ കാണുകയാണ്. നാം ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ ഒരു അന്ധകാരമായ ലോകമാണ്. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു നക്ഷത്രം, നല്ലൊരു നക്ഷത്രമായിട്ട് ശോഭിക്കുവാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് വഴികാട്ടുവാനും ആ നിലയിലെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനാണ്. നാം ഇതുപോലെ വക്രഗതിയുള്ള നക്ഷത്രങ്ങളായിട്ട് പോയാൽ എന്ത് സംഭവിക്കും? മറ്റുള്ളവരെ കൂടി അന്ധകാരത്തിലേക്ക് വഴി കാണിക്കുവാൻ കഴിയാതെ അന്ധതയില് മറിഞ്ഞു പോകുവാനായിട്ട് ഇടയായിട്ട് തരും. ആ നിലയിലാകാതെ നല്ല ശോഭയുള്ള നക്ഷത്രങ്ങളായിട്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട്, മറ്റുള്ളവർക്ക് വഴികാട്ടിയായിട്ട്, മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിൽ കർത്താവിനെ പ്രതിഫലിപ്പിക്കുന്ന ഏറ്റവും നല്ല നക്ഷത്രമായിട്ട് നാം ഓരോരുത്തരും ആയിരിക്കണം അല്ലെ. ഇല്ലെങ്കിൽ വക്രഗതിയുള്ള നക്ഷത്രം ഇത് പെട്ടെന്ന് പെട്ടെന്ന് നശിച്ചു പോകും. അതിലെ പെട്ടെന്ന് അത് അടഞ്ഞു പോകുന്ന ഒന്നാണ് വക്രഗതിയുള്ള നക്ഷത്രങ്ങള്. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 3-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അവിടെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭു പോലെ
പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നേക്ക് പ്രകാശിക്കും. ഇങ്ങനെ ഇരിക്കാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും നീതിയിലേക്ക് തിരിക്കുകയും നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കുന്നവരായിട്ട് ആ നിലയിൽ വേണം നാം ഈ ഭൂമിയിലായിരിക്കുവാൻ. കർത്താവ് നമ്മളെ അതുവേണ്ടിയിട്ടാണ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നാം 6 കാര്യങ്ങളാണ് പരിചയപ്പെട്ടത്. നാം കണ്ടത് മറിഞ്ഞു കിടക്കുന്ന പാറ, തങ്ങളെ തന്നെ തീറ്റുന്നവര്, വെള്ളമില്ലാത്ത മേഘങ്ങള്, വേരറ്റുപോയ വൃക്ഷങ്ങള്, കൊടിയ കടൽത്തീരുകള്, വക്രഗതിയുള്ള നക്ഷത്രങ്ങള്. ഇനി 16-ാം വാക്യത്തിലെ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ക്ലാസ് നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ ആ വാക്യം വായിക്കാം. 16-ാമത്തെ വാക്യം ഒന്നും കൂടെ. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ് വമ്പ് പറയുന്നു, കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. അവിടെ 5 കാര്യം പരിചയപ്പെടുകയാണ്. അവർ പിറുപിറുപ്പുകാര്, തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവര്, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവര്, വമ്പ് പറയുന്നവര്, കാര്യസാധ്യത്തിനായി മുഖസ്തുതി പറയുന്നവര്. ഇതിനെ കുറിച്ച് പത്രോസും ഇതേ കാര്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് വായിക്കാം. അതുകൊണ്ടൊന്ന് വായിക്കാം. 2 പീറ്റർ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവിടെ ഒരു കൺക്ലൂഷനാണ് പത്രോസ് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വായിക്കണമെന്നില്ല. അവിടെ ദ്രവ്യാഗ്രഹത്തിന്റെ അഭ്യാസം തികഞ്ഞ ശാപയോഗ്യന്മാർ എന്ന് പറഞ്ഞാല് ഈ നിലയിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ചാണ് പത്രോസ് അത് പറയുവാനായിട്ട് ഇടയായിട്ട് ചെയ്യുന്നത്. ദ്രവ്യാഗ്രഹത്തിന്റെ അഭ്യാസം തികഞ്ഞ ശാപയോഗ്യന്മാർ അല്ലെ. അവിടെ സാമീപ്യം നാം തിരിച്ചറിഞ്ഞിരിക്കണം അല്ലെ. ഈ തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്ന വിശ്വാസി ത്യാഗികളായ ആളുകള് അവിടെ തിരിച്ചറിയാൻ എപ്പോഴും എന്താണ് തിരിച്ചറിയുന്നത് എങ്ങനെയാ? ഇവിടെ കാണുന്ന പോലെ അവർ പിറുപിറുക്കുന്നവരാണ് അല്ലെ. അവരെപ്പോഴും വമ്പ് പറയുന്നവരാണ്. അവർ കാണുന്ന പോലെ മുഖസ്തുതി പറയുന്നവരാണ്. അതാണ് അവരെ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള കാര്യം. ഒരു വാക്യം കൂടെ വായിച്ചു നിർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം അവിടെ വായിച്ച് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഥയും കോട്ടവുമുള്ള തലമുറ നടുവിൽ നിങ്ങൾ അന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായതുകൊണ്ട് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യും. ഇവിടെ നാം കാണുകയാണ് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഇവിടെ ദുരുപദേഷ്ടക്കാരെയും വിശ്വാസ ത്യാഗം പരിചയപ്പെട്ട ഒരു പിറുപിറുപ്പുകാരാണ്. സ്വന്തം മോഹങ്ങളില് സ്വന്തം മുഖസ്തുതി പറയുന്നവരാണ്, വമ്പ് പറയുന്നവരാണ്. ആ നിലയിലാണ്. എന്നാലും കർത്താവ് നമ്മളെ കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ആ നിലയിൽ വേണം നാം ഈ ഭൂമിയിലായിരിക്കുവാന്. നാം ഇപ്പൊ പഠിച്ചതൊക്കെ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ആരോടുള്ള ബന്ധത്തിലാണ്? ദുരുപദേഷ്ടക്കാരെ കുറിച്ചും വിശ്വാസി ത്യാഗികളെ കുറിച്ചും ദൈവത്തിന്റെ ആ വചനത്തിന് വിരുദ്ധമായിട്ട് മത്സരിക്കുന്നവര്, ദൈവത്തിന്റെ അധികാരങ്ങൾക്കെതിരെ മത്സരിക്കുന്നവരൊക്കെയുള്ള അവരുടെ കാര്യങ്ങളെ കുറിച്ചാണ് നാം പഠിച്ചത്. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം വിഷയത്തിൽ ആദ്യം പറഞ്ഞ പോലെ ഇതിനെതിരെയൊക്കെയും പോരാട്ടമുള്ളവരായിട്ട് നാം ഈ ഭൂമിയിലായിരിക്കണം. നമ്മുടെ പൂർണ്ണ മനസ്സോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ശത്രുക്കളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ നാം ഭൂമിയിലായിരിക്കും, നമ്മുടെ സഭയിലായിരിക്കും. ഈ വക വരുന്ന ഈ നാം പറഞ്ഞതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന പാറകള്, തങ്ങളെ തന്നെ തീറ്റിപ്പോറ്റുന്നവര്, വെള്ളമില്ലാത്ത മേഘങ്ങള്, വേലറ്റുപോയ വൃക്ഷങ്ങള്, കൊടിയ കടൽത്തീരുകള്, വക്രഗതിയുള്ള നക്ഷത്രങ്ങള്, പിറുപിറുപ്പുകാര്, ആവലാതി പറയുന്നവര്, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ, അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ സഭയിലും നുഴഞ്ഞു കയറാതെ അതിനെതിരെ പോരാട്ടമുള്ളവരായിട്ട് അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല ആ കർത്താവിനോട് പോരാടുവാൻ ഏറ്റവും നല്ല ഭടന്മാരായിട്ട് ഇരിക്കുവാന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ നിലയില് നമുക്കുള്ള കർത്താവ് തരുന്ന സമയമൊക്കെയും ഈ നിലയിൽ കർത്താവിന് വേണ്ടി ആ പോരാട്ടമുള്ളവരായിട്ട് യുദ്ധം ചെയ്യുന്നവരായിട്ട് ജീവിപ്പാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതുവരെ